പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മാർച്ച് മാസം 25 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചിട്ട് ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്. എല്ലാത്തിനും കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, അതിശയമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം. നമ്മുടെ സകല ആവശ്യങ്ങളിലും കഴിഞ്ഞ പകൽക്കാലം കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. ആമേൻ. ശത്രു നമ്മളെ കാണാൻ അനുവദിക്കാതെ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് തന്നെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ രാവിലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുന്നു. അതേ കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഈ പ്രഭാതത്തിൽ 118 സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ് 4-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം, കർത്താവിൻ്റെ മക്കളായ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ അപ്പൻ്റെ ദയ എന്നോടുള്ളത് മാറാത്തതാകിയാൽ ഈ പ്രഭാതി സ്തോത്രം 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 സ്തോത്രം. എൻ്റെ അപ്പൻ്റെ കരുണ എന്നോടുള്ളത് മാറാത്തതാകിയാൽ സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുമുഖം ഇവരുടെ മേൽ പ്രകാശിപ്പിച്ച് അങ്ങ് ഇവരോട് കരുണയുള്ളവനായിരിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി പവർ ഈ നിശബ്ദങ്ങൾക്കും തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ വേദനകളും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഹാർട്ട് ഡിസീസിനാൽ ഭാരപ്പെടുന്നു, ആമേൻ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് മാറി പെർഫെക്റ്റ് ഹാർട്ട് കർത്താവ് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പെർഫെക്റ്റായി തീരട്ടെ. ആർട്ടറികൾ, ആമേൻ, ആ ഹൃദയത്തിലേക്കുള്ള ഹൃദയത്തിൻ്റെ വാൽവുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പെർഫെക്റ്റ് ആകട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. അതുപോലെ എല്ലാ ആന്തരിക അവയവങ്ങളിലും ദൈവശക്തി വ്യാപരിക്കട്ടെ. മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ച ആത്മശക്തി ഇപ്പോൾ എല്ലാ ആന്തരിക അവയവങ്ങളിലും വ്യാപരിക്കട്ടെ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സ്വസ്ഥതയും തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാലിൻ്റെ അടിഭാഗത്ത് വേദനയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്തുവാൻ പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. ആമേൻ. വേദനയില്ലാതെ നടക്കുവാനുള്ള കൃപ വന്നതിന് സ്തോത്രം. അതുപോലെ മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ചൊവ്വാഴ്ച പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങനെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് എന്താണോ അവരെ ഭാരപ്പെടുത്തുന്നത് അതിന്മേൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്ത അത്ഭുതത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ എക്സാംസ് നടക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ
അത്ഭുതം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് +2 എക്സാം, ബയോളജി എക്സാമിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. ദൈവമഹത്വം വ്യാപരിക്കട്ടെ. അതുപോലെ കർത്താവ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ വിടുവിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കടന്നു പോകുന്നവരെ വിടുവിക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ മേൽ അത്ഭുതം ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും. കർത്താവ് അനുവദിച്ചാൽ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ആമേൻ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വരണം. ആരും തന്നെ നിങ്ങളുടെ ആ നല്ല ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കർത്താവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം നമുക്ക് നോക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം. ആമേൻ. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊസിഷൻ ചേഞ്ചായി, നമ്മുടെ പദവികൾ ചേഞ്ചായി. അതാണ് പരിശുദ്ധാത്മാവിന്ന് ഓർപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. അപ്പം നമ്മൾ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ്, യേശുവിനെ എൻ്റെ കർത്താവെന്ന് ഒരു വ്യക്തി ഏറ്റു പറയുന്നതിന് മുമ്പ് അവൻ ആദാമിക പാരമ്പര്യത്തിലാക്കണം. അപ്പോൾ അവൻ അന്ധകാരത്തിലാക്കണത്, ശാപത്തിൻ്റെ കീഴിലാക്കണത്, പാപത്തിൻ്റെ അടിയിലാക്കണത്, അവൻ പിശാചിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. അതാരാണെങ്കിലും. അപ്പം എന്നാൽ യേശുവിനെ കർത്താവായി ഏറ്റു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. ആമേൻ. ആ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പൊസിഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. നമ്മളത് തിരിച്ചറിയണം. നമുക്ക് ശാരീരികമായി പുറമേ നോക്കുമ്പോൾ മാറ്റങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആരായി മാറി? നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കാൻ, മാർവലസ് ലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആമേൻ, ഇനി നമ്മുടെ മുമ്പിൽ നമുക്ക് അയ്യോ ഇനി എന്ത് ചെയ്യണം, വഴിയറിയാൻ മേല, അങ്ങനൊരു അനുഭവമില്ല. കാരണം ഡാർക്ക്നെസ് നമ്മളെ വിട്ടുപോയി, നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുക, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ആര് വിളിച്ചോ ആ വിളിച്ച ആളുടെ നന്മകളെ ഘോഷിക്കുവാൻ, ഉയർത്തുവാൻ. ഇന്ന് പകൽക്കാലം മറന്നുപോകല്ലേ, ഡിവൈൻ പർപ്പസ് ഉണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും. എന്താണ് ഡിവൈൻ പർപ്പസ്? വിളിച്ച കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ആരാക്കി മാറ്റി? രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു. 2 കൈകളും ഉയർത്തിട്ട് പറ, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. മുമ്പേ നമ്മൾ ആരല്ലായിരുന്നു? മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. ആമേൻ. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. എത്ര പദവിയാണ് ലഭിച്ചത്! മുമ്പേ നമ്മൾ മാനപാത്രങ്ങളല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലായതോടുകൂടെ നമ്മൾ മാനപാത്രമായി മാറി. മുമ്പേ നമ്മൾ ദൈവത്തിൻ്റെ കുടുംബക്കാരല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലായതോടുകൂടെ ദൈവത്തിൻ്റെ കുടുംബക്കാരായി മാറി. ഇവിടെ പറയുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, അതായത് ദൈവത്തിൻ്റെ നമുക്ക് പൗരത്വമില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നമ്മൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ നമ്മൾ കരുണ ലഭിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ അങ്ങോട്ട് സ്തോത്രം ചെയ്യണം. എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? ഞാനൊന്ന് ഒരു രീതി പറഞ്ഞുതരാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ അന്ധകാരത്തിൽ കിടന്ന എന്നെ അങ്ങ് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിന് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അങ്ങനെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മുമ്പേ ഞാൻ ജനമല്ല, അല്ലെങ്കിൽ എനിക്ക് പൗരത്വമില്ലായിരുന്നു, സ്വർഗീയ പൗരത്വം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് സ്വർഗീയ പൗരത്വം തന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മുമ്പേ ഞാൻ കരുണ ലഭിക്കാൻ യോഗ്യതയില്ല, കർത്താവിൻ്റെ കരുണ ലഭിപ്പാൻ. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണാപാത്രമാക്കി തീർത്തു. കരുണയുടെ ഒരു ഉദാഹരണമാണ്. ഒരിക്കൽ യേശു ആമേൻ എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ആ വഴിയരികിലിരിക്കുന്ന കുരുടനായ ഭർത്യമായി വിളിച്ചു പറഞ്ഞു, നസറേനായ യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഒരിക്കൽ കുഷ്ഠരോഗികൾ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ആമേൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവരോട് കരുണ തോന്നി അവരെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ചു. അവരെന്തിലായിരുന്നു? അതിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് നമ്മളോ കരുണാപാത്രങ്ങളായി മാറി. മുമ്പേ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ കരുണാപാത്രങ്ങളായി തീർന്നു. അതിനങ്ങനെ സ്തോത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ മേഴ്സി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ തുടങ്ങും. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, അങ്ങനെ കരുണാപാത്രമാക്കിയതിനായി സ്തോത്രം, അങ്ങനെ കരുണാപാത്രമാക്കിയതിനായി സ്തോത്രം.
അങ്ങനെ കരുണാപാത്രമാക്കിയതിനായി സ്തോത്രം. ഈ വചനങ്ങളാൽ ഈ പ്രവാചക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ പൊസിഷൻ എന്താ? നിങ്ങൾ കരുണാപാത്രമാണ്. ഇന്ന് നിങ്ങൾ സ്വന്തം ജനമാണ്. ഇന്ന് നിങ്ങൾ അപ്പോയിൻറ്റഡ് സ്റ്റാഫാണ്. കർത്താവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുക രാജകീയ പുരോഹിത വർഗമാണ്. അത്ഭുത പ്രകാശത്തിലാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. God bless you. God bless you.